ബാക്കി മുഴുവൻ സ്പ്രേ. 30 കിലോയിൽ 20 സ്പ്രേ. മണക്കണം. നാട് മൊത്തം നീ വന്നു നാട്ടുകാർ മുഴുവൻ അറിയണം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂ ബെൽസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ എയർപോർട്ടിൽ പോവാണ്. ആകാശിനെ കൊണ്ടുവിടാൻ പോവാ. അപ്പോൾ ഇന്നത്തെ പെട്ടി പാക്ക് ചെയ്യുന്നതും പെട്ടി കെട്ടുന്നതും അതിലെന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന കുറച്ച് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ പല പ്രതീക്ഷയിലാണല്ലോ ഖത്തറിൽ വന്നത്. 8 മണിക്കൂർ പണി കഴിയുന്നു, വന്നിരുന്ന് ചീട്ടുമൊക്കെ കളിച്ച് ചില്ലാവുന്നു. എന്താ മോനെ, കൊള്ളില്ല. കോബ്രയൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഈ പച്ചയും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, കോബ്രയും ടെസ്റ്റ് ചെയ്തു. ഞാനിപ്പോ ഇവിടെ ഇരുന്ന ഒരുവിധം എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. എടാ, ഞാൻ പച്ച മാറ്റി കോബ്ര മാറ്റി, ഇനി അടുത്ത ഓരോ മാറ്റത്തിട്ട്. അത് അടിപൊളിയല്ലേ? എടാ, നിന്നെ ഞാനൊന്ന് വീഡിയോയില് കാണിച്ചോട്ടെ. അതെന്താ അറിയാ, എന്റെ കൂട്ടുകാരൻ ചാക്കോ നിന്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഈ വീഡിയോയിൽ അവൻ കണ്ടോട്ടെ. ചാക്കോടെ വീട് എന്റെ വീടിന്റെ ചാക്കോടെ ഇവളെ കൊണ്ട് വലിയ ദുരിതമായല്ലോ. അപ്പുറത്ത് കണ്ട അവള് പോന്നു. ചെലപ്പോ ഈ റെജില വെട്ടി ബാക്കി ചെയ്താവോ. എനിക്ക് അവിടെയും പോയി വീഡിയോ എടുക്കണം. കോബ്ര അത് അടിപൊളി സാധനം. ഞാൻ വെച്ചാ നീ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് വേണം എനിക്ക് ഇതിൽ പലതും അടിച്ചു മാറ്റാൻ. പാറു ഉണ്ടാക്കി വെക്കാം. അച്ഛാ, ഇത് എനിക്കാണോ? ഞങ്ങളിത് ആകാശിനെ യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ പിന്നെ പറയണ്ട, ഞങ്ങൾ പുറത്ത് ജസ്റ്റ് അവനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ 1-2 പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വാങ്ങാൻ പോകണമായിരുന്നു സഫാരി മാളിൽ. വിഷ്ണുട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഡ്രൈവേഴ്സ് പൾബ്. അതായത് ഇപ്പൊ ആകാശ് നാട്ടിൽ പോകുന്നത് സീക്രട്ട് ആയിട്ട് ആർക്കും അറിയില്ല. എന്തൊക്കെ കൊണ്ടുപോകുന്നത് എന്താണെന്നും അറിയില്ല. പക്ഷെ ആകാശ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് യൂട്യൂബിലൂടെ അറിയേണ്ടവരെല്ലാം അറിയും എന്തൊക്കെ കൊണ്ടുവന്ന്. അമ്മായിമാരും ചേച്ചിമാരും ആങ്ങളമാരും എല്ലാം വന്ന് അടി ഉണ്ടാക്കുക. എവിടെയുണ്ട് സ്പ്രേ? നീ കൊറേ സ്പ്രേ ഉണ്ടെന്നിട്ട് എനിക്കെവിടെ സ്പ്രേ? വിചാരിക്കുമ്പോ നാട്ടിൽ ചെല്ലുമ്പോ. ആകാശ് നമ്മുടെ വീടിന്റെ അടുത്താട്ടോ. പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിലെ എവിടെ? ചിറ്റൂരോ? ചിറ്റാറാണ്. എല്ലാരും വീട്ടിലേക്ക് വന്നേര്. ഞങ്ങളിപ്പോ പോകുന്നത് ഒരു സമയം എത്ര വിഷ്ണുട്ടാ? സമയത്ത് 5:45 സമയത്താണ് പോകുന്നത്. ഇപ്പൊ ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ്. ആകാശന് ഇത്രയും സ്പ്രേ ഉണ്ടായിട്ടും പോരാ. ഇനി അവന് സ്പെഷ്യലായിട്ട് എന്തോ വാങ്ങാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഭയങ്കര വ്ളോഗ് ചെയ്യലാണ്. ആ സമയത്ത് ആരോ ആ സൈഡിൽ നിന്ന് കുറേ നേരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. ഇപ്പോൾ ഞാൻ വേഗം ഗ്ലാസ് കയറ്റി അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ചമ്മലിലാണ് ഞാൻ. സ്പ്രേ ഉണ്ട് ഈ ആകാശിൻ്റെ ബാഗിൽ. 3/4% സ്പ്രേ ആണുള്ളത്. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ഇപ്പം 2ഉം കൂടെ അടുത്ത സ്പ്രേ വാങ്ങാൻ കയറിയിട്ടുണ്ട്. ആ പെട്ടിയിൽ എനിക്ക് തോന്നുന്നു 30 കിലോയിൽ 25 കിലോ സ്പ്രേ ആണ്.
എന്നിട്ടിപ്പോൾ അത് പോരാതിട്ട് പോകുന്ന വഴിക്ക് വേറെ ഏതോ സ്പ്രേ വാങ്ങണം എന്നും പറഞ്ഞിട്ട് കയറിയതാണ് ഇവിടെ. എപ്പോഴായാലും നമുക്ക് ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്ക് വിഷ്ണുവേട്ടൻ ഗൾഫിലേക്ക് പോകുന്ന ഓർമ്മ വരും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ. അങ്ങനെ കണ്ടിട്ട് എനിക്ക് വേറെ ആരും അങ്ങനെ പോകുന്നതൊന്നും എനിക്ക് ഇതിൻ്റെ മുമ്പ് അറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ വിഷ്ണുവേട്ടൻ പോകുന്നതാണ് എനിക്ക് ഓർമ്മ വരിക പെട്ടിയൊക്കെ കെട്ടുമ്പോൾ. അപ്പോൾ ഭയങ്കര വിഷമമാണ് കാണുമ്പോൾ. ഓക്കെ, ഒരു സ്പ്രേ വാങ്ങാൻ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് എൻ്റെ ഗോപ്രോയിലാണ്. ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ മടിച്ചിട്ടല്ല, കുറേ ദിവസമായിട്ട് എനിക്ക് പനി തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പതുക്കെ ക്യാമറ പുറത്തെടുത്തു. അപ്പോൾ ഇനിയുള്ള വീഡിയോ ക്യാമറയിലാണ്. ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഗോപ്രോയിലും എടുത്താൽ എന്താ പറയുക, നമ്മൾ 4Kയിലാണ് എടുക്കുന്നതെങ്കിലും നമ്മൾ ഐഫോണിലേക്ക് മാറ്റിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐഫോണിലേക്ക് നമ്മൾ വേറൊരു ഡിവൈസിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി വ്യത്യാസം വരുന്നുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാരിറ്റി കുറയുകയാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞങ്ങൾ എയർപോർട്ടിൽ എത്താനായി. ഇന്നത്തെ ഒന്നും ഒറ്റ പ്രോഗ്രാമും പ്ലാൻ ചെയ്തതല്ല കേട്ടോ. രാവിലെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊരു സാധാ ദിവസം പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ പാറൊന്നും ഇല്ലാത്തതുകൊണ്ട് കേക്ക് വാങ്ങണ്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് വലിയ ഒന്നിനൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ ജോലിക്ക് പോയി രാവിലെ. പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷമുള്ള വികാസങ്ങൾ വിഷ്ണുവേട്ടൻ വൈകുന്നേരമല്ല, ഇന്ന് ഉച്ചയ്ക്ക് വന്നു. ആകാശ് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഇതാണ്. ഉച്ചയ്ക്ക് വന്നു, പെട്ടിയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു. ഇന്ന് എൻ്റെ ഫ്രണ്ട് റെജിലെ നാട്ടിലേക്ക് പോവാണ്, ഇന്നത്തെ ഇതേ ദിവസം തന്നെ. പ്രിയതമയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ്. പാറു പറയുന്ന പോലെ എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ ടു യു വേണേ. രാവിലെ വിളിച്ച് പറഞ്ഞപ്പോഴേ ആള് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യു എനിക്ക് വേണം. ആണോ? എന്നോട് ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മേ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാനതുകൊണ്ട് ഇതുവരെ കേക്ക് വാങ്ങാനൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞ കേക്ക് വാങ്ങണമെന്ന്. ഇതെല്ലാം വിട്ട് കാശാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വരുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തമന്നത്താത്ത ഉണ്ടായിരുന്നു. നഹദി മന്തി എന്ന് പറഞ്ഞൊരു സംഗതിയാണ് കേട്ടോ. നഹദി മന്തി ഇന്നാളെ നമ്മൾ വന്ന സ്ഥലം. ഇതൊക്കെ കണ്ട ഒരു പഴമയുടെ ഒരു സംഭവം. ഇത് സൂക്കിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു പിന്നെ പഴയ സൂക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ മാർക്കറ്റാണ്. ഇവിടെ കണ്ടില്ല മഡ് വെച്ചിട്ടുള്ള ഇതാണ്. ഈ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ, ഒരു പഴയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഫുഡ് ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഫിഷും വിഷ്ണുവിന് ഫിഷും എനിക്ക് ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡാണ് ഇവിടെ. എല്ലാവരും വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഒന്നുമില്ല. ഇനി വീട്ടിലേക്ക് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.